നമസ്കാരം സുഹൃത്തുക്കളെ. വേടൻ 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 എല്ലായിടത്തും വേടൻ്റെ ചർച്ചയാണ്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും എവിടെ എടുത്തു കഴിഞ്ഞാലും യുവതലമുറ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വേടനെ പറ്റിയാണ്, അല്ലേ ആശാൻ? ഇത് ആശാനാണ്, വലിയൊരു കലാകാരനാണ്, എന്നെ തബല പഠിപ്പിച്ചതാണ്, തബലിസ്റ്റാണ്, അതുപോലെ തന്നെ വയലിൻ വായിക്കും, കീബോർഡ് വായിക്കും, സംഗീതജ്ഞനാണ്, അതുപോലെ തന്നെ ഒരുപാട് വായിക്കുന്ന ആളാണ് രാധാകൃഷ്ണൻ ആശാൻ. നമസ്കാരം. 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 എന്താണ് ആശാൻ വേടനെ പറ്റിയ അഭിപ്രായം? വേടനെ ഇപ്പം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം തന്നെ വേടനെ കുറിച്ച് ഭയങ്കരമായ ഒരു കോലാഹലം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം വേടനെ കുറിച്ച്. അതായത് വേടൻ്റെ കവിതകൾ, അവൻ്റെ ആ സംഗീതം, ഇത് ഇപ്പോൾ യുവാക്കളിൽ വളരെ പ്രഭാവം വളരെ വളരെ ആഴത്തിൽ കടന്നു ചെല്ലുന്ന ഒരു തീവ്ര പ്രമേയമാണ്. അതെ ഗംഭീരമായിരുന്നു. അത് മാത്രമല്ല, പച്ച യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഇന്ന് കാണുന്ന നികൃഷ്ടമായ ഈ അവസ്ഥയെ പച്ചയായിട്ട് വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം മനസ്സിലായ ഒരു രാഷ്ട്രീയത്തിനേക്കാളൊക്കെ അതീതമായി ഇട്ടാണ് പറയുന്നത്. അതെ. ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിണിയാളായിട്ടല്ല നിന്ന് പറയുന്നത്, പച്ചയായിട്ട് പറയുന്നുണ്ട് എല്ലാം. അല്ല, ഇത് ഇദ്ദേഹം പറയുന്ന കവിത ആധുനിക കവിതയെന്ന് നമുക്ക് പറയാം, അല്ലേ? അതെ. ഒരു കാവ്യാത്മക, അതായത് കുമാരനാശൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു കവിതയല്ല, എങ്കിൽ തന്നെ ഇപ്പോൾ ആധുനിക കവിത. അതെ. കാരണം പച്ച യാഥാർത്ഥ്യങ്ങൾ, ഇന്ന് നടക്കുന്ന സാധനങ്ങൾ, ഇത് ഇന്ന് അതായത് ഈ ജാതി വ്യവസ്ഥകളൊക്കെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ പലരിലും തീവ്രമായിട്ടുണ്ട്, ഇപ്പോഴും നിലകൊള്ളുന്ന സാധനങ്ങളാണ്. അപ്പം അതിന് അവനുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. അതാണ് അതിനകത്ത് അത്രയും തീവ്രത. അവൻ്റെ അനുഭവങ്ങൾ, അവൻ്റെ അവഹേളനയിൽ നിന്ന് കിട്ടിയ, അത്രയ്ക്കൊക്കെ വെറുക്കപ്പെടാനും അത്രയ്ക്കൊക്കെ അവഹേളനവും കേരളത്തിലുണ്ടോ ആശാനെ? ഇത് ഇപ്പം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇല്ല എന്ന് പറയാനൊക്കത്തില്ല. കാരണം ഉള്ളിലുണ്ട് സാധനം തീവ്ര. അത് പല 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 മുഖങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട് ഈ സാധനം. അതെ. ഏത് തുറയിലും ഈ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഭംഗിവാക്കി നമുക്ക് പറയാം ഇതില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു പുറം മൂടിയായിട്ട് പ്രയോഗിക്കുന്നത്. പക്ഷെ ഉള്ളിൽ സാധനം ജ്വലിച്ച് നിൽക്കുന്നു. കാരണം ഇത് ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ ഇതിന് പിന്നെ വളരെ ശാന്തമായിരുന്ന സാധനം ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് തലപൊക്കി വരുന്നൊരവസ്ഥയാണ്. അതെ. ഒരു കലയിലൂടെ അല്ലെങ്കിൽ സംഗീതത്തിലൂടെ ആളുകളെ അറിയിക്കുക എന്നുള്ള ഒരു ഇതാണ്, അല്ലേ? രാഷ്ട്രീയം അതായത് ഇന്നത്തെ നീതിയെക്കുറിച്ച് സാധാരണക്കാരൻ അനുഭവിക്കപ്പെടുന്ന ഈ കിട്ടാവുന്ന പിന്നെ നീതി, അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റു ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റ് തലങ്ങളിലൊക്കെ വരുന്ന ഇതിനെയൊക്കെ കുറിച്ച് അവൻ വളരെ തീവ്രമായ രീതിയിൽ ആ കവിതയിലൂടെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ. ഇപ്പൊ ഈ റാപ്പ് സംഗീതം ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം ആയിട്ട് ബോളിവുഡിലൊക്കെ ഹിന്ദി സിനിമയിലൊക്കെ ഇത് പ്രയോഗിക്കുമായിരുന്നു, ബീജിയത്തിന്റെ ഇടയ്ക്കൊക്കെ. ഇപ്പൊ അതൊരു മെയിൻ സ്ട്രീം ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റാപ്പ് എന്നുള്ള ഒരു ആധുനിക ഒരു കലയായിട്ട് മാറിയിരിക്കുകയാണ്, അല്ലേ? യുവതലമുറയാണ് ഇത്. കാരണം അവന് കണ്ടെത്തിയതാണ് അവന്റെ കാര്യങ്ങൾ പറയാൻ ഒരു ആ സംഗീതത്തെയാണ് അവൻ തിരഞ്ഞെടുത്തത്. അതെ അവൻ തിരഞ്ഞെടുത്തത് അവൻ്റെ ആ കാര്യം. അവൻ്റെ പ്രയോഗങ്ങളൊക്കെ ആ കവിത്വം ഇല്ലെങ്കിൽ ആ സാധനങ്ങളൊന്നും അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പ്രയോഗിക്കാൻ പറ്റത്തില്ല. യുവതലമുറയുടെ ഒരു ആധുനിക കവിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു യുവതലമുറയാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമൊക്കെ നോക്കുവാണെങ്കിൽ യുവതലമുറയാണ് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. യുവതലമുറയാണ് കൂടുതൽ സ്വാധീനിക്കുന്നെങ്കിൽ പോലും മറ്റുള്ള
യുവാക്കളിലല്ലാതെ നമ്മൾ കേൾക്കാറുണ്ട്. അതെ 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 ശ്രദ്ധിക്കപ്പെടാറുണ്ട്. കാരണം ശ്രദ്ധിക്കുന്ന സാധനങ്ങൾ പലരും പറയാൻ പിന്നെ ഭയപ്പെടുന്ന സത്യങ്ങൾ പച്ചയായി പറയാനുള്ള ഒരു തൻ്റെ ഇടം ആ പയ്യൻ്റെ അത് നമ്മൾ മാനിച്ചേ പറ്റും. പറയാനുള്ള മുഖത്ത് അത് പലരിലും അസ്ത്രം പോലെ ചെന്ന് പതിച്ചു എന്നുള്ളതാണ്. അവനോട് ഇന്ന് പ്രതികരിക്കുന്നവരെല്ലാം അവൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ശരിവെക്കുന്ന തരത്തിലാണ് സംഭവിക്കപ്പെടുന്നത്. കാരണം അത് ആഴത്തിൽ ചെന്ന് പതിച്ചിട്ടുണ്ട്. അവർക്ക് വേദന ഉണ്ടാകുന്ന തരത്തിൽ, അവർക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന, അടങ്ങി ഇരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മൂർച്ചയേറിയ അസ്ത്രങ്ങളായിട്ട് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ എതിർക്കപ്പെടുന്നത്. അല്ല, നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളായിട്ടും ഇപ്പോഴും ഇതൊക്കെ ഇതുപോലുള്ള ജാതി ഭ്രഷ്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ ഈ വർണ്ണത്തിന്റെ പേരിലൊക്കെ അല്ലേ? അതെ, ഇപ്പൊ ജാതി അതിശയം തോന്നുന്നു കാലഘട്ടത്തിൽ. അതെ അതെ, അതായത് ഇപ്പൊ രാഷ്ട്രീയം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജാതി അടിസ്ഥാനത്തിൽ ജാതി സംഘടനകളെ രാഷ്ട്രീയക്കാർ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. വോട്ട് ബാങ്ക് വീർപ്പിക്കാൻ, വോട്ട് ബാങ്കിന് വേണ്ടി ഇല്ലേ? അതെ. അപ്പൊ ആ എല്ലാ തരത്തിലും ഉണ്ട്. ഞാൻ പറയുന്ന ആശാന, ഈ നമ്മുടെ LKG സ്റ്റുഡന്റിനെ സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോഴേ ഒരു കോളം ഉണ്ട്. അതെ അതെ, ആ കോളം ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെയാണ് ജാതിയുടെ കോളം ഒഴിവാക്കണം. അതെ അതെ അല്ലെ? അവിടെ ചോദിക്കുന്നുണ്ട് പ്രത്യേകം. ഗവൺമെന്റ് സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾ ആയിക്കോട്ടെ, ജാതിയുടെ ഒരു കോളം ഉണ്ട്. അത് ഒഴിവാക്കപ്പെടണം ആദ്യം തന്നെ. അതെ അതെ, അത് ഒഴിവാക്കപ്പെടണം. അത് ഒഴിവാക്കപ്പെടുമ്പോൾ മാത്രമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ജാതി ഇല്ല എന്ന് പറയും, ജാതി ഉണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇത് വരുന്നത്. അതെ അതെ, ആ വ്യവസ്ഥിതി അതാണ്. അപ്പോൾ ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന സംഗീതം അപ്പോൾ എത്ര കാലം നിൽക്കും എന്ന് നമുക്കറിയില്ല. കാരണം ഓരോ സംഗീതവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആവേശത്തിന് വരുന്നു, പിന്നെ അത് ആളുകൾ പോകുന്നു. ഒരു ശാശ്വതമായ സംഗീതമാണോ ഇത്? റാപ്പ് സംഗീതം ശാശ്വതമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അവൻ്റെ കവിതകൾ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ഒരു രീതിയാണത്. ആ സംഗീതത്തെ അവൻ അവലംബിച്ചെന്ന് മാത്രമാണ്. പക്ഷേ ഇത് ആ കവിതകളിലെ മൂർച്ചയേറിയ പദാവലികൾ, പ്രയോഗങ്ങൾ, അതാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത്. അവനത് പറയാൻ, അതാണ് നമ്മുടെ ഉള്ളിൽ പതിയുന്ന ചെറിയ ക്രോഡീകരിച്ച് അതിനെ സംഗീതാത്മകമായ രീതിയിൽ സ്പീഡിൽ ചടുലതയോടെ അവതരിപ്പിക്കുക, ഒരു വേദിയിൽ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അസാധ്യ കഴിവ് തന്നെയാണല്ലേ? അത് അവന് രാഷ്ട്രീയം, അതായത് ഇപ്പം അവൻ്റെ ആ രാഷ്ട്രീയ ബോധം ഇപ്പം ഈ അംബേദ്കറുടെ പിന്നെ അയ്യങ്കാളി അവരുടെയൊക്കെ ആ രാഷ്ട്രീയമാണത്. അല്ലാതെ മറ്റ് വേറെ സിദ്ധാന്തം ഇപ്പം മാർക്സിസം അല്ല ആ രീതിയിലുള്ള കാഴ്ചപ്പാടല്ല. ഇവിടുത്തെ പച്ച മനുഷ്യൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന സാധനങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ അയ്യങ്കാളിയും പിന്നെ ഇത് മുമ്പോട്ട് വെച്ച രാഷ്ട്രീയം തന്നെ. അപ്പം അതാണ് അവൻ സ്വീകരിക്കുന്നത്. അതിലാണ് അതിൻ്റെ പ്രസക്തി. അതാണ്. ഇപ്പോൾ പണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കുഞ്ചൻ നമ്പ്യാർ ജനകീയമായ വിഷയങ്ങൾ ചാക്യാർ കൂത്തിലിരുന്ന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ അവിടെ അവഹേളിക്കപ്പെട്ടപ്പോൾ പുതിയൊരു കലാരൂപം പിറന്നു. അതാണ് ഓട്ടംതുള്ളൽ അല്ലേ? ആ ഓട്ടംതുള്ളലിലൂടെ അന്ന് നടന്നിരുന്ന കാര്യങ്ങളുമൊക്കെ ഒരു അനീതിയൊക്കെ അതിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. ശരിയാണ്. അപ്പൊ അതെല്ലാം പ്രോത്സാഹിപ്പിച്ച കൂട്ടമാണ് കേരളീയർ, മലയാളികളെല്ലാം. അത് മാത്രമല്ല, കുഞ്ചൻ നമ്പ്യാരെ നമുക്ക് ഒരിക്കലും മറക്കാം. കാരണം അനശ്വരനായ കവിയല്ലേ കുഞ്ചൻ നമ്പ്യാർ. കാരണം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ വരികൾ ഇത് എന്നും പ്രസിദ്ധമാണ്. അന്നത്തെ രാഷ്ട്രീയ വിമർശനം, അന്നത്തെ ഭരണാധികാരികളെ ആ വിമർശിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ ഇന്നത്തെ ഭരണാധികാരികളെയും വിമർശിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്ന ആ കവിത അത്രയ്ക്ക് അനശ്വരമാണ്. ഒരു ഭയങ്കര മൂർച്ച, ഭയങ്കരമായ പിന്നെ
അത് പിന്നെ ഈ മൂർച്ചയേറിയ മൂർച്ചയേറിയ വാക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് യാഥാർത്ഥ്യമാണ്, മരണമില്ലാത്തതാണ്. അതെ. കാരണം ഈ ഓരോ കാലഘട്ടത്തിലും അതെ. ഈ സാധനങ്ങളൊക്കെ അനുവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അതെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റാപ്പ് എന്ന് പറയുന്ന ഒരു സംഗീതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു വരട്ടെ. അതെ അതെ അതെ. ഈ ഒരു കലാകാരനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും, ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുക. അതെ, അവനാണ്. പിന്നെ അദ്ദേഹം ഒരു ലെവലിൽ തന്നെ നിൽക്കാതെ, അതായത് ഒരു വിഷയത്തിൽ തന്നെ പിടിച്ചു നിൽക്കാതെ, അതെ അതെ, മറ്റുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ട്, അതുപോലുള്ള വിഷയങ്ങളിലേക്കും പിന്നെ ആ ഒരു സംഗീതവുമായിട്ട് റാപ്പിൽ തന്നെ പിടിച്ചു നിൽക്കാതെ അതിന്റെ മുഴുവൻ കഴിവുകളും വരട്ടെ. ആ സംഗീത ശാഖ അതിത് പറയാൻ വേണ്ടി അവൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവനത് അത് കൂടുതൽ പറയാൻ പറ്റി. പക്ഷെ ഇതുപോലെ തന്നെ അത് മാത്രമല്ല, ഈ ജീവിത വിമർശനമാണല്ലോ സാഹിത്യം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ കവിത അപ്പം ഇതുപോലെ സാധനം, ഇതുപോലെ അനീതിക്കെതിരെ ഇതുപോലെ ഏത് ഭരണവർഗമായാലും പ്രതിപക്ഷമായാലും ഏത് തരത്തിലുള്ള ഏതായാലും ജനഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും വിമർശിക്കാനുള്ള ഒരു വിമർശിക്കുക എന്നുള്ളതാണ് കലാകാരൻ്റെ ലക്ഷണം, കവി അല്ല എഴുത്തുകാരുടെ ലക്ഷണം. നേരെ മറിച്ച് അവരുടെ കീഴിലേക്ക്, ഓരോ രാഷ്ട്രീയത്തിൻ്റെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവനൊന്നും പറയാനാവില്ല. ഒന്നും പറയാൻ പറ്റില്ല. നിഷ്പക്ഷമായിട്ട് പച്ച സത്യം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളപ്പെടുന്ന എന്നവന് മാത്രമേ ഇതുപോലെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു അല്ല, എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേക പിന്നെ വിഭാഗം അങ്ങോട്ട് വരുന്നുണ്ടോ? അതായത് ഒരു യുവതലമുറ മാത്രമാണോ വേദികളിലൊക്കെ കാണുന്നത്? അല്ലല്ല, അത് മാത്രമല്ല, പുരോഗമന ചിന്താഗതിയുള്ള എല്ലാ മനുഷ്യരും ഇതിനെ സ്വീകരിക്കുന്നു. എല്ലാം സ്വീകരിക്കുന്നു. ജാതിപത ഭേദമന്യേ എല്ലാ മനുഷ്യരും സ്വീകരിക്കുന്നുണ്ട്. കാരണം അനുഭവിക്കുന്നതാണിത് നമ്മൾ ഓരോ ഇടങ്ങളിലും. പിന്നെ പറയാം, ഇപ്പോൾ ചില രാഷ്ട്രീയക്കാരും അവരൊക്കെ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ സാധനങ്ങളില്ല, അത് ഇപ്പോൾ ഇതൊക്കെ പഴയതാണ്, പണ്ട് കാലഘട്ടത്തിലാണ്, ഇപ്പോൾ ഇതിന് പ്രസക്തിയില്ലെന്നൊക്കെ. പക്ഷേ അതൊക്കെ വെറും അവരിതിൻ്റെ പിണിയാളന്മാരായിരുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ഇടങ്ങി ചിലപ്പോൾ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, നമുക്ക് ദൃഷ്ടാന്തത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു യാഥാർത്ഥ്യം ഉള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതെ. അപ്പോൾ ഏതായാലും ഈ ഒരു ഹിരൺദാസ് മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യഥാർത്ഥ പേര് ഹിരൺദാസ് മുരളി എന്നാണ്. അമ്മ ജാഫ്നക്കാരിയാണ്, ശ്രീലങ്കക്കാരിയാണ്, അച്ഛനാണ് മലയാളി. ഇപ്പോൾ തൃശ്ശൂരാണ് വാസസ്ഥലം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു റാപ്പ് സംഗീതം കേരളത്തിൽ ഒരു പോപ്പുലാരിറ്റി കൊണ്ടുവരികയും ജനഹൃദയങ്ങളിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞൊരു നല്ല കാര്യം തന്നെയാണ്. അമേരിക്കയിൽ നിന്നാണ് ഈ റാപ്പ് സംഗീതം അല്ലേ വരുന്നത്, അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അവിടെയും പ്രതിഷേധമൊക്കെ അറിയിക്കാനായിട്ടാണ് ഈ റാപ്പ് തുടങ്ങി വെച്ചത് പണ്ട് കാലത്ത്. പിന്നെ അത് മറ്റുള്ള യൂറോപ്യൻ കൺട്രികളിലേക്കും ഏഷ്യൻ കൺട്രികളിലേക്കൊക്കെ വരികയായിരുന്നു. അത് ഈ മൈക്കിൾ ജാക്സൺ സാധനങ്ങൾ അവതരിപ്പിക്കാറ്. അതെ അതെ അതെ. അപ്പോൾ അത് ഇപ്പോൾ ജനകീയമായിട്ടുണ്ട്, മറ്റുള്ള കൺട്രികളിലൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനെപ്പറ്റി റിവ്യൂ നോക്കുമ്പോൾ ആശാനെ ഇംഗ്ലീഷുകാർ, അതായത് 2020 ഈ നമ്മുടെ വേടൻ്റെ ഒരു ആൽബം ഇറങ്ങിയിരുന്നു, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നും പറഞ്ഞു. അപ്പോൾ അതിനകത്താണ് വിവാദമായ വരികളൊക്കെ ഉള്ളത്. ഇത് റിവ്യൂ ചെയ്തത് ഇംഗ്ലീഷുകാർ ചെയ്തിട്ടുണ്ട്, ഹിന്ദിക്കാർ ചെയ്തിട്ടുണ്ട്, തമിഴിൽ ചെയ്തിട്ടുണ്ട്, തെലുങ്കിൽ ചെയ്തിട്ടുണ്ട്. പലരും ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു വീഡിയോ എടുത്ത്, അതായത് 3.5 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ, പറയേണ്ടത് പറഞ്ഞു. പക്ഷെ അതിനകത്ത് എങ്ങനെയാണോ പറഞ്ഞത് അത് ചിലർക്ക് വിമർശിക്കുന്നുണ്ട്, ചിലരത് സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ലോകത്തുള്ള പല റിവ്യൂ ചെയ്യുന്നവരും അത് ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതം. നമ്മുടെ ഈ കൊച്ചു കലാകാരനെ അംഗീകരിക്കുന്ന ആളുണ്ട്. 28 വയസ്സൊക്കെ ഉള്ളൂ. തന്റെ ഇടം കാണിച്ചു. അതെ 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 അതെ. പലരും മടിച്ചു നിൽക്കുന്ന, അതായത് ഭയപ്പെടുന്ന സാധനമാണ്. പക്ഷേ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടം, അതിനെ അംഗീകരിക്കണം അല്ലേ? അത് മാത്രം അനശ്വരനാകും. പിന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലോട്ടൊന്നും തെരഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരു കലാകാരനെ ഇഷ്ടപ്പെടത്തില്ല. അല്ല, ഇപ്പം അങ്ങനെ ഓരോ കലാകാരനും ഇപ്പൊ മനുഷ്യനല്ലേ, അവർക്ക് പല മെറിറ്റ് ഉണ്ട്, ഡിമെറിറ്റ് ഉണ്ട്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ കലാരൂപത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അവർക്ക് ഇപ്പം വയലാർ, പിന്നെ ചങ്ങമ്പുഴ, അങ്ങനെ വേറെ ഒത്തിരി, പിന്നെ
അത്ര നമ്മുടെ ഈ സിനിമ ഫീൽഡിലൊക്കെ എടുക്കുവാണെങ്കിലും മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ മറ്റുള്ള ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ കാണും. പക്ഷെ അത് തെറ്റാണ് എന്ന് സമൂഹത്തിന് അറിയാം. അപ്പൊ അത് ആ ഒരു വശങ്ങളിലൊക്കെ എടുക്കാതെ അതിന്റെ നല്ല വശങ്ങൾ മാത്രം, അവരുടെ കലയെ മാത്രം നമ്മൾ എടുക്കണം അല്ലേ? നമ്മളത് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? ശരി, പ്രോത്സാഹിപ്പിക്കേണ്ട. അത് മാത്രമല്ല, അവനെ മറക്കാൻ പറ്റില്ല. കാരണം മലയാളിക്ക് മറക്കാനൊക്കെ, മലയാള മണ്ണിന് മറക്കാനൊക്കെ അല്ല. കാരണം അവൻ അതേ രീതിയിൽ നേടി ആയിക്കഴിഞ്ഞവൻ. ഇനി ആരെല്ലാം എന്തെല്ലാം അവൻ അവൻ ജനഹൃദയം നിന്ന് പോകാം, യുവാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മലയാളം അല്ലല്ല പോകത്തില്ല. ഏതായാലും നന്നായി വരട്ടെ. അദ്ദേഹം നല്ല നല്ല പാട്ടുകൾ അദ്ദേഹം രചിക്കട്ടെ. അതുപോലെ തന്നെ അത് പാടട്ടെ, വേദി ഉണ്ടാകട്ടെ, വ്യത്യസ്തമായ പാട്ടുകളും വരട്ടെ. റാപ്പിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മുന്നോട്ട് അല്ലേ? കലാഭവൻ മണിയെ കൂട്ടൊക്കെ ഒരു നല്ലൊരു ജനകീയ പാട്ടുകാരനൊക്കെ ആയി മാറട്ടെ. വേദികളൊക്കെ ഒരുപാട് കിട്ടട്ടെ. പിന്നെ അതെ, നമുക്ക് അതെ അങ്ങനെ തന്നെ നമുക്ക് ആശിക്കാം അല്ലേ? ഏതായാലും പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ, ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം, രാധാകൃഷ്ണൻ ആശാൻ. ടേക്ക് കെയർ, ബൈ ബൈ.